A warm welcome to one and all to Savinus Maths Plus. Good morning dear students. എല്ലാവർക്കും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസ് ആണ് പഠിച്ചത്. എന്താണ് ഫങ്ഷൻസ്? ഫങ്ഷൻസ് ആർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻസ് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. Types of functions in the first type 1 and many one functions. 1 and many one functions. നമ്മളിവിടെ രണ്ട് ഫംഗ്ഷന്റെ ആരോ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് x1ന്റെ ഇമേജ് ആണെന്ത് f of x1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു x2ന്റെ ഇമേജ് ആണ് f of x2. x3യുടെ ഇമേജ് നമ്മൾ എന്താ പറയാ f of x3. ഇവിടെ x1ന്റെ ഇമേജ് f of x1 ആണ്. x2ന്റെ ഇമേജ് അതും f of x2 ആണ്. ഇവിടെ f of x1 ഉം f of x2 ഉം സെയിം ആണ്. x1ന്റെ ഇമേജും x2ന്റെ ഇമേജും സെയിം ആണ്. x3യുടെ ഇമേജ് എന്താണ്? f of x3. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് 1 and many one functions ആണ്. ഈ രണ്ട് ഫംഗ്ഷനിൽ ഏതായിരിക്കും 1 ഏതായിരിക്കും many one? നിങ്ങൾ എന്താ പറയും? ഈ ഒന്നാമത്തെ ഫംഗ്ഷൻ നോക്ക്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? x1 നോട്ട് ഈക്വൽ ടു x2. x1 ഉം x2 ഉം ഡിഫറെന്റ് ആണ്. അപ്പോൾ അതിന്റെ ഇമേജസും എന്താണ്? ഡിഫറെന്റ് ആണ്. x1 ഉം x2 ഉം ഡിഫറെന്റ് ആണെങ്കിൽ അതിന്റെ ഇമേജസും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഹിയർ ഡിഫറെന്റ് എലിമെന്റ്സ് ഹാവ് ഗോട്ട് ഡിഫറെന്റ് ഇമേജസ്. ക്ലിയർ? ഇവിടെ നമുക്ക് എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന്റെ ഇമേജസും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഏത് രണ്ട് എലിമെന്റ് എടുത്താലും ആ രണ്ട് എലിമെന്റിനും എന്തുണ്ടാവില്ല? ഒരേ ഇമേജ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്താ പറയാ? x1 and x2 ആർ ഡിഫറെന്റ്. x1 നോട്ട് ഈക്വൽ ടു x2. x1 ഉം x2 ഉം ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന്റെ ഇമേജസും എന്താണ്? ഡിഫറെന്റ് ആണ്. f of x1 implies f of x1 not equal to f of x2. അപ്പൊ x1 ഉം x2 ഉം ഡിഫറെന്റ് ആണെങ്കിൽ x1 ഉം x2 ഉം തുല്യമല്ലെങ്കിൽ അതിന്റെ ഇമേജസ് f of x1 ഉം f of x2 ഉം തുല്യമായിരിക്കില്ല. അപ്പൊ ഡിഫറെന്റ് എലിമെന്റ്സ് ഹാവ് ഗോട്ട് ഡിഫറെന്റ് ഇമേജസ്. അപ്പൊ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സ് ആണെങ്കിൽ അതിന്റെ ഇമേജസും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഇവിടെ നമുക്ക് x1 ഉം x2 ഉം ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന്റെ ഇമേജസും ഡിഫറെന്റ് ആണ്. x1ന്റെ ഇമേജ് ഇതാണ്, x2ന്റെ ഇമേജ് ഇതാണ്. x3ക്ക് ഇത് രണ്ടും അല്ലാത്ത വേറൊരു ഇമേജ് ആണ്. അപ്പൊ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന്റെ ഇമേജസും വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 1 to 1 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് x1 നോട്ട് ഈക്വൽ ടു x2 ഇംപ്ലൈസ് f of x1 നോട്ട് ഈക്വൽ ടു f of x2 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? x1 ഉം x2 ഉം വ്യത്യസ്തമാണെങ്കിൽ അതിന്റെ ഇമേജസ് f of x1 ഉം f of x2 ഉം അതും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. x1ന്റെ ഇമേജ് ആണെന്ത്? f of x1. x2ന്റെ ഇമേജ് ആണെന്ത്? f of x2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണതൊക്കെ. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. അപ്പോ ഓർ f of x1 ഈക്വൽ ടു f of x2 ആവണമെങ്കിൽ എന്താവണം? f of x1 ഈക്വൽ ടു f of x2. f of x1 ഉം f of x2 ഉം ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അതായത് f of x1 എന്നാൽ x1ന്റെ ഇമേജും f of x2 എന്ന് പറഞ്ഞാൽ x2ന്റെ ഇമേജ്. x1ന്റെ ഇമേജും x2ന്റെ ഇമേജും സെയിം ആവണമെങ്കിൽ നിർബന്ധമായും എന്ത് ഈക്വൽ ആവണം? ഈ x1 എന്ന് പറയുന്ന എലിമെന്റും x2 എന്ന് പറയുന്ന എലിമെന്റും എന്താവണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഒരു ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ കണ്ടീഷൻ ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെ ഒരു ഫംഗ്ഷൻ 1 ആണെന്ന് പ്രൂവ് ചെയ്യാം? ടേക്ക് f of x1 ഈക്വൽ ടു f of x2 ആൻഡ് ദെൻ പ്രൂവ് ദാറ്റ് x1 ഈക്വൽ ടു x2. ഒരു ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ f of x1 ഈക്വൽ ടു f of x2 എന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ തരത്തിലുള്ള ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയാ? 1 to 1 ഫംഗ്ഷൻ, 1 ഫംഗ്ഷൻ എന്ന് പറയാം. 1 ഫംഗ്ഷന് നമ്മൾ വേറൊരു പേരും പറയും, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്നാ പറയാം. 1 ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയും? ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ എന്താ 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? 1 to 1. എന്റെ മീനിങ് എന്നത് 1 to 1. ഓരോ എലിമെന്റ് വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന്റെ ഇമേജസും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് x1 നോട്ട് ഈക്വൽ ടു x2 ഇംപ്ലൈസ് f of x1 നോട്ട് ഈക്വൽ ടു f of x2. x1 ഉം x2 ഉം തുല്യമല്ലെങ്കിൽ f of x1 ഉം f of x2 ഉം എന്തായിരിക്കില്ല? തുല്യമായിരിക്കില്ല. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന് ഒരിക്കലും ഒരേ ഇമേജസ് ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോ ഇത് നമ്മൾക്ക് നമ്മൾ x1 നോട്ട് ഈക്വൽ ടു x2 ഇംപ്ലൈസ് f of x1 നോട്ട് ഈക്വൽ ടു f of x2 എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ പ്രോബ്ലത്തിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയാ ചെയ്യാം?
ഒരു ഫംഗ്ഷൻ 1 ആണ് അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണ് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുക? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 നമുക്ക് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? x1 ഈക്വൽ ടു x2. സോ ഹൗ വിൽ യു പ്രൂവ് ദാറ്റ് എ ഫംഗ്ഷൻ ഈസ് 1 ഒരു ഫംഗ്ഷൻ എങ്ങനെ 1 ആണെന്ന് പ്രൂവ് ചെയ്യാം? അതാണ് നമ്മൾ പഠിക്കേണ്ടത് കാര്യമായിട്ട്. Take f of x1 equal to f of x2 and then prove that x1 equal to x2. നമുക്ക് f of x എന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. എന്നിട്ട് f of x1 equal to f of x2 എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യുക? x1 equal to x2 എന്ന് പ്രൂവ് ചെയ്യുക. ഇനി ഫംഗ്ഷൻ 1 അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? മെനി 1 ആയിരിക്കും. അപ്പൊ ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ഫംഗ്ഷൻ എന്നാ പറയാ? മെനി 1 ഫംഗ്ഷൻ എന്നാ പറയാം. മെനി 1 ഫംഗ്ഷൻ. മെനി 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെനി എലിമെന്റ്സ് ടു 1. Many elements or 2 or more elements are mapped to one element. ഇവിടെ രണ്ടോ അതിലധികമോ എലിമെന്റ്സിന്റെ ഇമേജ് എന്താവുക? സെയിം ആവുക. ഇവിടെ x1 ഉം x2 ഡിഫറെന്റ് ആണ്. x1 ഉം x2 ഡിഫറെന്റ് അല്ലേ? x1 നോട്ട് ഈക്വൽ ടു x2 ബട്ട് x1 ന്റെ ഇമേജും f of x1 ഉം x2 ന്റെ ഇമേജ് f of x2 ഉം രണ്ടും സെയിം ആണ്. ഇത് രണ്ടും ഈ എലിമെന്റ് തന്നെയാണ്. f of x1 ഈക്വൽ ടു f of x2 ബട്ട് f of x1 ഈക്വൽ ടു f of x2. അപ്പോൾ ഒരു ഫംഗ്ഷൻ മെനി 1 ആണ് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? മെനി 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ 1 അല്ലാന്ന് പ്രൂവ് ചെയ്താൽ മതി. ഒരു ഫംഗ്ഷൻ മെനി 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷൻ 1 അല്ലാന്ന് പ്രൂവ് ചെയ്താൽ മതി. 1 ആണോ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക? f of x1 ഈക്വൽ ടു f of x2 എന്ന് എടുക്കുക. അതിൽ എന്ത് പ്രൂവ് ചെയ്യുക? x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യുക. f of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ f of x1 ഈക്വൽ ടു f of x2 എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യുക? x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആ ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. 1 അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്താവണം? മെനി 1 ആവണം. ഇപ്പൊ ഫംഗ്ഷൻ മെനി 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് 1 അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ അൾജിബ്രായിക്കലി ചെയ്യാം. ഗ്രാഫിക്കലായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാം? ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നിട്ട് വിചാരിക്കുക. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നിട്ടുള്ളപ്പോ ആ ഫംഗ്ഷൻ 1 ആണോ മെനി 1 ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഗ്രാഫിക്കലായിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് കൺസിഡർ ചെയ്യാം. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലൈൻ ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? മെനി 1 ആയിരിക്കും. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ഒക്കെ ഗ്രാഫിനെ ഒരേ ഒരു പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ വിചാരിക്കാം. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ആണ് വിചാരിക്കുക. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ 1 ആണോ മെനി 1 ആണോ നമ്മൾ എങ്ങനെയാ പറയാ? എക്സ് ആക്സിന് ഇതല്ല എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏതെങ്കിലും ലൈൻ കൺസിഡർ ചെയ്യാം. നമുക്ക് ആ ലൈൻ ഇവിടെ ഗ്രാഫിനെ എത്ര പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ട്? ഒന്നിലധികം പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? മെനി 1 ഫംഗ്ഷൻ ആണ്. 1 ഫംഗ്ഷൻ അല്ല. അപ്പൊ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ലൈൻ എടുത്താലും ആ ലൈൻസ് ഒക്കെ ഗ്രാഫിനെ ഒരേ ഒരു പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? 1 ഫംഗ്ഷൻ ആണ്. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കിട്ടി വിചാരിക്കാം. ഇത് എക്സ് ആൻഡ് വൈ ആക്സിസ്. അപ്പൊ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏത് ലൈൻ എടുത്ത് നോക്കുന്നത്? ഇപ്പൊ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള അതല്ല എക്സ് ആക്സിന് പാരലൽ ലൈൻ ഗ്രാഫിനെ ഒറ്റ പോയിന്റിലേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഈ ലൈൻ എടുത്ത് നോക്ക്. അത് ഗ്രാഫിനെ ഒറ്റ പോയിന്റിലേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഗ്രാഫ് ഏത് ഫംഗ്ഷന്റെ ആണോ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? 1 ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ 2 ടൈപ്പ് ഫംഗ്ഷൻ ആണ് പഠിച്ചത്. 1 ഫംഗ്ഷൻ ആൻഡ് മെനി 1 ഫംഗ്ഷൻ. എന്താ 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഡിഫറെന്റ് എലിമെന്റ്സ് ഹാവ് ഗോട്ട് ഡിഫറെന്റ് ഇമേജസ്. വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന്റെ ഇമേജസും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അഥവാ ഏത് 2 വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സ് എടുത്താലും അതിന് രണ്ടിനും എന്തുണ്ടാവില്ല? സെയിം ഇമേജസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മാത്തമാറ്റിക്കലി പറയുമ്പോൾ എന്താർത്ഥം? x1 ഉം x2 ഡിഫറെന്റ് ആണെങ്കിൽ, x1 നോട്ട് ഈക്വൽ ടു x2 ആണെങ്കിൽ x1 ന്റെ ഇമേജ് f of x1 ഉം x2 ന്റെ ഇമേജ് f of x2 ഉം രണ്ടും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. f of x1 നോട്ട് ഈക്വൽ ടു f of x2. നമ്മളൊരു പ്രോബ്ലത്തിൽ എങ്ങനെയാ ഫംഗ്ഷൻ 1 ആണ് അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക? f of x1 ഈക്വൽ ടു f of x2. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. f of x1 ഈക്വൽ ടു f of x2 എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യുക? x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യുക.
അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നമുക്ക് തമ്മിലുണ്ടാവും. നമ്മളോട് പറഞ്ഞപ്പോൾ ആ ഫംഗ്ഷൻ 1 1 ആണോ മെനി 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എഴുതാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ 1 1 ആണെന്ന് പറയാം. ഇനി 1 1 അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? മെനി 1 ആയിരിക്കും. ഒരു ഫംഗ്ഷൻ 1 1 അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? മെനി 1 ആണ്. 1 1 എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന്റെ ഇമേജസ് വ്യത്യസ്തമാണ്. അപ്പൊ മെനി 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വ്യത്യസ്തമായിട്ടുള്ള രണ്ട് എലിമെന്റ്സിന്റെ ഇമേജസ് എന്താവാം? സെയിം ആവാം. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് എലിമെന്റ്സ്, രണ്ടോ അതിലധികമോ എലിമെന്റ്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള രണ്ടോ അതിലധികമോ എലിമെന്റ്സിന്റെ ഇമേജസ് സെയിം ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? മെനി 1 എന്ന് പറയും. മെനി എലിമെന്റ്സ് ആർ ഫോക്കസ്ഡ് ടു 1. മെനി ടു 1 ആണ്. നമുക്ക് ഇവിടെ മെനി എലിമെന്റ്സ്, രണ്ട് എലിമെന്റ്സ് ഒന്നിലേക്ക്, ഒറ്റ എലിമെന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മെനി 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ x1 x2 ഡിഫറെന്റ് ആണ്. x1 നോട്ട് ഈക്വൽ ടു x2. പക്ഷേ അതിന്റെ ഇമേജസ് എഫ് ഓഫ് x1 ഉം എഫ് ഓഫ് x2 എന്താണ്? സെയിം ആണ്. x1 നോട്ട് ഈക്വൽ ടു x2 ബട്ട് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. സച്ച് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് എ മെനി 1 ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ മെനി 1 ആണ് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാം? ഫംഗ്ഷൻ മെനി 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു മെത്തേഡ് ഫംഗ്ഷൻ 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. 1 1 അല്ല നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നെടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? 1 1 ആയിരിക്കില്ല. അപ്പോൾ ഒരു ഫംഗ്ഷൻ മെനി 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്ന് ആ ഫംഗ്ഷൻ 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഒരു ഫംഗ്ഷൻ 1 1 അല്ല അല്ലെങ്കിൽ മെനി 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഇപ്പൊ നമുക്ക് പിന്നെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് പറഞ്ഞു. എങ്ങനെ ഗ്രാഫിക്കലായിട്ട് 1 1 ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആണോ നോക്കുക. നമുക്ക് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് കൺസിഡർ ചെയ്യാം. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ലൈൻ എടുത്താലും അതൊക്കെ ഗ്രാഫിനെ ഒറ്റ പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? 1 1 ഫംഗ്ഷൻ ആയിരിക്കും. മെനി 1 ഫംഗ്ഷൻ ആണെങ്കിൽ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലൈൻ ഗ്രാഫിനെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒന്നിലധികം പോയിന്റ്സിൽ കട്ട് ചെയ്താൽ ആ ഫംഗ്ഷൻ 1 1 അല്ല, എന്താണ്? മെനി 1 ആണ്. ഗ്രാഫ് തന്നിട്ടുള്ളപ്പോൾ നമുക്ക് ഗ്രാഫിക്കലായിട്ട് ഇത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ മെനി 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഇപ്പൊ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് ആർ ടു ആർ. നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എഫ് ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ ഫംഗ്ഷൻ മെനി 1 ആണ് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുക? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഇപ്പൊ നോക്ക്, 2ന്റെ ഇമേജ് എന്താണ്? എഫ് ഓഫ് 2. 2ന്റെ ഇമേജ് എന്താണ്? എഫ് ഓഫ് 2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കാണാത്തവര് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കാണുക. അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൽ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2ന്റെ ഇമേജ് എന്തായിരിക്കും? 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 4. അപ്പോൾ എഫ് ഓഫ് -2 എന്തായിരിക്കും? എഫ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ -2 സ്ക്വയർ. -2ന്റെ സ്ക്വയർ എത്രയാ? +4. നെഗറ്റീവിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോ എഫ് ഓഫ് 2 4 ആണ്, എഫ് ഓഫ് -2 4 ആണ്. നമുക്ക് 2ന്റെ ഇമേജും 4 ആണ്, -2ന്റെ ഇമേജും 4 ആണ്. അപ്പൊ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സ് ആണ് 2ഉം -2ഉം. പക്ഷെ അതിന്റെ രണ്ടിന്റെയും ഇമേജ് എന്താണ്? 4 തന്നെയാണ്. അപ്പൊ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന് സെയിം ഇമേജ് ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? മെനി 1 ആണ്. ഇപ്പൊ ഫംഗ്ഷൻ മെനി 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. മെനി 1 ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഏതെങ്കിലും ഒരു ഹൊറിസോണ്ടൽ ലൈൻ, അതായത് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലൈൻ ഗ്രാഫിനെ എന്ത് ചെയ്യും? ഒന്നിലധികം പോയിന്റ്സിൽ കട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത് 1 1 ആൻഡ് മെനി 1 ഫംഗ്ഷൻ. ഇത് മനസ്സിലായല്ലോ. ഒരു ഫംഗ്ഷൻ മെനി 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. എന്ന് നമ്മൾ പറയുന്നത് എഫ് ആർ ടു ആർ. ഇവിടെ ഡൊമൈനും കോഡൊമൈനും റിയൽ നമ്പേഴ്സ് ആണ്. given by f of x equal to x square. ഈ ഫംഗ്ഷൻ മെനി 1 ആണ്. f of x equal to x square ഗ്രാഫ് അല്ലേ ഇത്? f of x is equal to x square എന്നാൽ x. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നത് പരാബോളയാണ്. f of x equal to x square ഗ്രാഫ് ആണിത്.
അതെങ്ങനെയാണ് ഗ്രാഫ് അങ്ങനെ വരുന്നതെന്നൊന്നും നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പരാബോള ഓപ്പൺ അപ്വേർഡ്സ്. എഫ് ഓഫ് എക്സ് വൈ, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ ഇത്? എഫ് ഓഫ് എക്സ് എന്ന് എന്താ? വൈ, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതിപ്പോ ഏത് ഫോമുല? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ഫോമിലാണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. അതിൽ 4a വാല്യൂ എന്താണെന്നേ ഉള്ളൂ? 1 ആണെന്നേ ഉള്ളൂ. അപ്പോ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു y. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ 4ay ഫോമിലാണ്. എക്സ് സ്ക്വയർ ഈക്വൽ 4ay എന്ന് പറഞ്ഞാൽ പരാബോള ഓപ്പൺ അപ്വേർഡ്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ആയത് ഇങ്ങനെ കിട്ടുക. അപ്പൊ ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ നോക്കാം. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ എടുത്താൽ അത് ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? 1 1 അല്ല, അത് ഈ ഫംഗ്ഷൻ എന്താണ്? മെനി 1 ആണ്. അല്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാലും മതി. എങ്ങനെ എക്സാമ്പിൾ പറയാം? എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2ന്റെ ഇമേജ് എന്നർത്ഥം. 2ന്റെ ഇമേജ് 2 സ്ക്വയർ 4 ആണ്. എഫ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ -2ന്റെ ഇമേജ് എന്നർത്ഥം. -2ന്റെ ഇമേജ് എങ്ങനെയാണ്? -2 സ്ക്വയർ, ദാറ്റ് ഈസ് +4. അപ്പൊ നമുക്ക് 2ന്റെ ഇമേജും 4, -2ന്റെ ഇമേജും 4. അപ്പൊ 2ഉം -2ഉം ഡിഫറെന്റ് എലിമെന്റ്സ് ആണ്, പക്ഷെ രണ്ടിന്റെയും ഇമേജസ് എന്താണ്? സെയിം ആണ്. സോ ഡിഫറെന്റ് എലിമെന്റ്സ് 2 and -2 ഹാവ് ദ സെയിം ഇമേജ് 4. അപ്പോ 2ഉം -2ഉം സെയിം ആണ്, ഡിഫറെന്റ് എലിമെന്റ്സ് ആണ്, പക്ഷെ അതിന്റെ ഇമേജസ് എന്താണ്? സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇത്? മെനി 1 ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് പഠിച്ചത് 1 1 ഫംഗ്ഷൻ ആൻഡ് മെനി 1 ഫംഗ്ഷൻ. ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോവാം. അടുത്തത് ഇൻടു ആൻഡ് ഓൺ ടു ഫംഗ്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1 1 ആൻഡ് മെനി 1. രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? ഇൻടു ആൻഡ് ഓൺ ടു ഫംഗ്ഷൻസ്. into functions and onto functions. Onto function നമ്മൾ എന്ത് പറയും? സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. onto function നമ്മൾ എന്താ പറയാ? സർജക്റ്റീവ് ഫംഗ്ഷൻ. ഈ രണ്ട് ഫംഗ്ഷൻ നമ്മൾ നോക്കാം. ഇതിൽ നമുക്ക് നോക്കാം ഡൊമൈൻ. ദിസ് ഈസ് f ഈസ് എ ഫംഗ്ഷൻ ഫ്രം a to b. f a യിൽ നിന്ന് b ലേക്കുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ a എന്ന് പറഞ്ഞ സെറ്റ് ഡൊമൈൻ ആണ്, b എന്ന് പറഞ്ഞ സെറ്റ് കോഡൊമൈൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതൊക്കെ വിശദമായിട്ട്. അപ്പോൾ ഡൊമൈൻ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3. അത് a എന്ന് പറഞ്ഞ സെറ്റ് തന്നെയാണ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ b എന്ന് പറഞ്ഞ സെറ്റ് മുഴുവൻ. b എന്ന് പറഞ്ഞ സെറ്റ് a b c. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഇമേജസ്. ഇമേജുകളുടെ സെറ്റ് ആണ്. ഇവിടെ ഇമേജസ് ഏതൊക്കെയാ? 1ന്റെ ഇമേജ് b, 2ന്റെ ഇമേജ് a, 3ന്റെ ഇമേജ് c. അപ്പൊ സെറ്റ് a b c ആണ് ഇമേജ്. അപ്പോൾ നമുക്ക് ഇവിടെ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ ആണ്. റേഞ്ച് a b c തന്നെയാണ്, കോഡൊമൈനും a b c തന്നെയാണ്. അപ്പൊ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ. If range is equal to codomain, such functions are called onto function. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയാ? ഓൺടു ഫംഗ്ഷൻ ഓർ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇവിടെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. ഡൊമൈൻ എന്ന് പറഞ്ഞ സെറ്റ് ദിസ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം a to b. a ൽ നിന്ന് b ലേക്കുള്ള ഫംഗ്ഷൻ ആണ്. ഡൊമൈൻ എന്താണ്? 1 2 3. a എന്ന് പറഞ്ഞ സെറ്റ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ b എന്ന് പറഞ്ഞ സെറ്റ് മുഴുവനുമാണ് കോഡൊമൈൻ. a b c d ആണ് കോഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജുകളുടെ മാത്രം സെറ്റ് ആണ്. 1ന്റെ ഇമേജ് a, 2ന്റെ ഇമേജും a, 3ന്റെ ഇമേജ് എന്താണ്? c. അപ്പൊ ഇമേജസുകളുടെ മാത്രം സെറ്റ് എന്താണ്? എയും സിയും ആണ്. എയും സിയും ആണ് മാത്രമാണ് ഇമേജസ് ഉള്ളത്. ഇവിടെ ബിക്കും ഡിക്കും എന്തില്ല? പ്രീ ഇമേജസ് ഇല്ല. അപ്പൊ റേഞ്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഇമേജസ് അണ്ടർ എഫ്. അപ്പൊ എഫിലുള്ള ഇമേജുകളുടെ മാത്രം സെറ്റാണെന്ത്? റേഞ്ച്. ഇവിടെ ഇമേജ് എ എന്ന് പറഞ്ഞത് ഇമേജ് ആണ്. 1ന്റെയും 2ന്റെയും ഇമേജ് എ ആണ്, 3യുടെ ഇമേജ് സി ആണ്. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? എയും സിയും മാത്രമേ ഉണ്ടാവുള്ളൂ. കോഡൊമൈനിൽ ഈ സെറ്റ് മുഴുവനായിട്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെ റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. ഇവിടെ റേഞ്ചും കോഡൊമൈനും എന്തല്ല? ഈക്വൽ അല്ല. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് റേഞ്ച് ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. റേഞ്ച് ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ എന്താ പറയാ? ഇൻടു ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഓൺടു ഫംഗ്ഷനും ഇൻടു ഫംഗ്ഷനും വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റേഞ്ച്. ഇത് രണ്ടും എന്തിനെ ബേസ്? ഈ രണ്ട് ക്ലാസിഫിക്കേഷനും എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? റേഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഓൺടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇമേജുകളുടെ സെറ്റ് ആണ്, അത് കോഡൊമൈനിന് ഈക്വൽ ആയിരിക്കും. നോക്ക്, ഇവിടെ നമ്മൾ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആവണമെങ്കിൽ ഇവിടെ ഓരോ എലിമെന്റിനും എല്ലാ എലിമെന്റിനും എന്തുണ്ടാവും? പ്രീ ഇമേജ് ഉണ്ടാവും. ക്ലിയർ? റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണ്. റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ. ഇവിടെ നോക്കുക, റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണ്. ഇവിടെ കോഡൊമൈൻ എ ബി സി ആണ്, റേഞ്ചും എ ബി സി തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആവാൻ കാരണം? ഇവിടെയുള്ള എല്ലാ എലിമെന്റിനും എന്തുള്ളത് കൊണ്ടാണ്? പ്രീ ഇമേജസ് ഉള്ളത് കൊണ്ടാണ്. എക്ക് പ്രീ ഇമേജ് ഉണ്ട് 2, ബിയുടെ പ്രീ ഇമേജ് എന്താണ്? 1, സിയുടെ പ്രീ ഇമേജ് എന്താണ്? 3.
ഇമേജ് എന്താണ്, പ്രീ ഇമേജ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കാണുക. അപ്പൊ ഇവിടെ കോഡൊമൈനിലുള്ള ഏതൊരു എലിമെന്റ് എടുത്താലും അതിനൊക്കെ എന്തുണ്ടാവും, ഡൊമൈനിൽ പ്രീ ഇമേജസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ എന്താ പറയാ, ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഫംഗ്ഷൻ ഓൺ ടു അല്ലെങ്കിൽ അതെന്തായിരിക്കും, ഇൻ ടു ഫംഗ്ഷൻ ആയിരിക്കും. ഇൻ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഓൺ ടു അല്ലാത്ത ഫംഗ്ഷൻ ആണ് എന്ത്, ഇൻ ടു ഫംഗ്ഷൻ. അപ്പോ ഇൻ ടു ഫംഗ്ഷൻ ആണെങ്കിൽ റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ച് എന്തിന് ഈക്വൽ ആയിരിക്കില്ല, കോഡൊമൈനിന് ഈക്വൽ ആയിരിക്കില്ല. അവിടെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ സെറ്റ് മൊത്തമാണ്, രണ്ടാമത്തെ സെറ്റാണ് കോഡൊമൈൻ. എ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ABCD ആണ് കോഡൊമൈൻ. പക്ഷെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇമേജുകളുടെ സെറ്റാണ്. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, എയും സിയും മാത്രമേ ഉള്ളൂ. റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. ഇവിടെ റേഞ്ച് AC എന്ന് പറയുന്നത്, സെറ്റ് AC എന്ന് പറയുന്നത് കോഡൊമൈനിന്റെ എന്താണ്, സബ്സെറ്റ് ആണ്. ഇവിടെ എന്തുകൊണ്ട് റേഞ്ച് കോഡൊമൈനിന്റെ സബ്സെറ്റ് ആയി? ഇവിടെ നമുക്ക് ബിക്ക് പ്രീ ഇമേജ് ഇല്ല, ഡി എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ട്, അതിനും എന്തില്ല, പ്രീ ഇമേജ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ എന്താ പറയാ, ഇൻ ടു ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ഒരു ഫംഗ്ഷൻ ഇൻ ടു ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ സ്ഥിതി, ഇവിടെ കോഡൊമൈനിലെ ഒരു എലിമെന്റ് എങ്കിലും ഉണ്ടാവും, ഒന്നിലധികം എലിമെന്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോ ഇൻ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോഡൊമൈനിൽ ഒരു എലിമെന്റ് എങ്കിലും ഉണ്ടാവും, എന്തില്ലാത്തത്, പ്രീ ഇമേജ് ഇല്ലാത്തത്. അപ്പൊ ഒരു ഫംഗ്ഷൻ ഇൻ ടു ആണെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും, അതാ പഠിക്കേണ്ട കാര്യമായിട്ട്. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണ്, ഇൻ ടു ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് പഠിക്കുന്നത്. ഒരു ഫംഗ്ഷൻ ഇൻ ടു ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ കാണിച്ചാൽ മതി. എങ്ങനെ ഒരു എക്സാമ്പിൾ, കോഡൊമൈനിലെ ഏതെങ്കിലും ഒരു എലിമെന്റ് എടുത്തിട്ട് അതിന് എന്തില്ല എന്ന് പറഞ്ഞാൽ മതി, പ്രീ ഇമേജ് ഇല്ല എന്ന് പറഞ്ഞാൽ മതി. കോഡൊമൈനിലെ ഏതെങ്കിലും ഒരു എലിമെന്റിന് ഡൊമൈനിൽ പ്രീ ഇമേജ് ഇല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും, ഇൻ ടു ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ ഈ ഫംഗ്ഷൻ ഇൻ ടു ഫംഗ്ഷൻ ആവാൻ കാരണം ബിക്ക് പ്രീ ഇമേജ് ഇല്ല, ഡിക്കും പ്രീ ഇമേജ് ഇല്ല. ഇത് ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആവാൻ കാരണം ഇവിടെ ബിയിലുള്ള എല്ലാ എലിമെന്റിനും എയിൽ എന്തുണ്ട്, പ്രീ ഇമേജ് ഉണ്ട്. എയുടെ പ്രീ ഇമേജ് 2, ബിയുടെ പ്രീ ഇമേജ് 1, സിയുടെ പ്രീ ഇമേജ് 3. അപ്പൊ എങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും, ഹൗ ടു പ്രൂവ് ദാറ്റ് എ ഫംഗ്ഷൻ ഈസ് ഓൺ ടു, അതാണ് പഠിക്കേണ്ടത്. നമുക്ക് ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്, ഓൺ ടു ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്താണ്, കോഡൊമൈനിലെ ഏതൊരു എലിമെന്റ് എടുത്താലും അതിന് ഡൊമൈനിൽ എന്തുണ്ടാവും, പ്രീ ഇമേജ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യും? ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, ടേക്ക് y belong to codomain. ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, കോഡൊമൈനിലെ എല്ലാ എലിമെന്റിനും ഡൊമൈനിൽ പ്രീ ഇമേജ് ഉണ്ട് എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ കോഡൊമൈനിലെ ഏതെങ്കിലും ഒരു എലിമെന്റ് എടുക്കും, നമ്മൾ കോഡൊമൈനിലെ y എന്ന് പറഞ്ഞ എലിമെന്റ് എടുക്കും. ഈ y എന്ന് പറഞ്ഞ ജനറൽ എലിമെന്റിന് ഡൊമൈനിൽ പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ കോഡൊമൈനിലെ എല്ലാ എലിമെന്റിനും പ്രീ ഇമേജ് ഉണ്ട് എന്ന് പറയാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ടേക്ക് y belong to the codomain. കോഡൊമൈനിലെ എലിമെന്റ് നമ്മൾ y ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, ഈ y എന്ന് പറയുന്ന എലിമെന്റിന് ഇവിടെ കോഡൊമൈൻ, ആ കോഡൊമൈനിലെ ഒരു എലിമെന്റ് y, ആ y എന്ന് പറയുന്ന എലിമെന്റ് എടുത്താൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, ഈ y എന്ന് പറഞ്ഞ എലിമെന്റിന് ഡൊമൈനിൽ ഒരു പ്രീ ഇമേജ് x ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ഇത് A to B ആണെങ്കിൽ ഇതാണ് ഡൊമൈൻ, ഇതാണ് എന്ത്, കോഡൊമൈൻ. അപ്പൊ നമ്മൾ എന്താ എടുക്കുക, കോഡൊമൈനിൽ y എന്ന് പറഞ്ഞ എലിമെന്റ് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യും, ഡൊമൈനിൽ ഈ വൈക്ക് എക്സ് എന്ന് പറഞ്ഞ ഒരു പ്രീ ഇമേജ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യും. എന്താവുന്ന രൂപത്തിൽ, ഈ എക്സിന്റെ ഇമേജ് y ആവുന്ന രൂപത്തിൽ. എക്സിന്റെ ഇമേജ് നമ്മൾ എങ്ങനെ എഴുതാ, f of x. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ടേക്ക് y belong to the codomain. കോഡൊമൈനിൽ y എന്ന് പറഞ്ഞ എലിമെന്റ് എടുക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, we have to prove that there is an element x in the domain such that f of x is equal to y. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ വൺ ഫംഗ്ഷൻ എന്തായിട്ട് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്തു. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, കോഡൊമൈനിലെ എല്ലാ എലിമെന്റിനും എന്തുണ്ടാവണം, പ്രീ ഇമേജ് ഉണ്ടാവണം. അപ്പൊ നമ്മൾ കോഡൊമൈനിൽ ഒരു ജനറൽ എലിമെന്റ് എടുത്ത് y, അതിന് പ്രീ ഇമേജ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ കോഡൊമൈനിലെ ഒരു എലിമെന്റ് y നമ്മൾ എടുത്തു. അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, കോഡൊമൈനിലെ ഒരു എലിമെന്റ് y നമ്മൾ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ടേക്ക് y belong to the codomain. y കോഡൊമൈനിലെ എലിമെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, ഈ ഫംഗ്ഷന്റെ ഡൊമൈനിൽ x എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. എന്താവുന്ന രൂപത്തിൽ, f of x equal to y ആവുന്ന രൂപത്തിൽ.
എക്സിന്റെ ഇമേജ് y ആവുന്ന രൂപത്തിൽ. അപ്പൊ എങ്ങനെയാണെന്ന് പറയുക, ഈ പോയിന്റ് ശരിക്കും മനസ്സിലാക്കണം. യു ഹാവ് ടു സെലക്ട് an element y belongs to the codomain. Codomain നമ്മൾ y എന്ന് പറഞ്ഞ എലിമെന്റ് സെലക്ട് ചെയ്യണം. Then we have to prove that there is an element x in the domain such that f of x is equal to y. അപ്പോ y എന്ന് പറഞ്ഞ എലിമെന്റ് നമ്മൾ കോഡമൈനിൽ എടുത്തു. ആ കോഡമൈനിൽ y എന്ന് പറഞ്ഞ എലിമെന്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? x എന്ന് പറഞ്ഞ എലിമെന്റ് എവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം? ഡൊമൈനിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. എന്താവുന്ന രൂപത്തിൽ? ഈ എക്സിന്റെ ഇമേജ് y ആവുന്ന രൂപത്തിൽ, അതായത് f of x is equal to y ആവുന്ന രൂപത്തിൽ. അപ്പൊ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഈ കോഡമൈനിലെ എല്ലാ വൈകൾക്കും ഡൊമൈനിൽ എന്തുണ്ടെന്ന് പ്രൂവ് ചെയ്യാം? പ്രീ ഇമേജ് x ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനായി? ഓൺ ടു ഫംഗ്ഷൻ. ഒരു പ്രാവശ്യം കൂടെ പറയാം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മിക്കവാറും കുട്ടികൾക്ക് ഒരു ഭയങ്കര ഡൗട്ടുള്ള ഒരു ഏരിയ അത്. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുന്നു? ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം. ഇത് ഇപ്പൊ തൽക്കാലം ഇതിന്റെ ആ സ്റ്റെപ്പ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ y എന്ന് പറഞ്ഞ എലിമെന്റ് നമ്മൾ കോഡമൈനിൽ സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? x എന്ന് പറഞ്ഞ എലിമെന്റ് ഡൊമൈനിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. എന്താവുന്ന രൂപത്തിൽ? f of x equal to y ആവുന്ന രൂപത്തിൽ. അപ്പൊ ഏതൊക്കെ പറഞ്ഞത്? y എന്ന് പറഞ്ഞ എലിമെന്റ് കോഡമൈനിൽ സെലക്ട് ചെയ്യണം. y belongs to codomain. കോഡമൈനിൽ y എന്ന് പറഞ്ഞ എലിമെന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡൊമൈനിൽ x എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ട് എന്ന് സെലക്ട് ചെയ്യുക, ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുക. എന്താവുന്ന രൂപത്തിൽ? f of x equal to y ആവുന്ന രൂപത്തിൽ. അത്ര അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? കോഡമൈനിലെ എല്ലാ വൈകൾക്കും ഡൊമൈനിൽ എന്തുണ്ടെന്ന് പറയാം? പ്രീ ഇമേജ് x ഉണ്ടെന്ന് പറയാം. അപ്പൊ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാവും? ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാവും. ഓൺ ടു അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? എന്തായിരിക്കും? ഇൻ ടു ഫംഗ്ഷൻ ആയിരിക്കും. ഓൺ ടു ഫംഗ്ഷനെ നമ്മൾ എന്ത് ഫംഗ്ഷൻ എന്ന് പറയും? സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 1 1. ഈ ഫംഗ്ഷൻ 1 1 അല്ലേ? നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സ്, അതിന്റെ ഇമേജസും വ്യത്യസ്തമാണ്. 1ന്റെ ഇമേജ്, 2ന്റെ ഇമേജ് വേറെ, 3ന്റെ ഇമേജ് വേറെ അല്ലേ? അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ്? ഇത് 1 1 ഫംഗ്ഷൻ കൂടിയാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയാം? 1 1 ആൻഡ് ഓൺ ടു എന്ന് പറയാം. ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്, ഓൺ ടു ആണ്. ഓൺ ടു ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം ഇവിടെ റേഞ്ച് ABC അത് കോഡമൈനിൽ ഈക്വൽ ആണ്. അപ്പോൾ ഓൺ ടു ഫംഗ്ഷൻ ആണ്. വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന്റെ ഇമേജസും വ്യത്യസ്തമാണ്, അതുകൊണ്ട് ഓൺ ടു ആണ്. ഇപ്പൊ ഈ ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണ്. അതാണ് അടുത്ത ടൈപ്പ് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു ഈസ് കോൾഡ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. 1 1 ഉം ഓൺ ടു ഉം രണ്ടുമായിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ എന്താ പറയാ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ഒരു ഫംഗ്ഷൻ ബൈജക്ഷൻ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്താവണം? 1 1 ആവണം, ഓൺ ടു ആവണം. അപ്പൊ ഒരു ഫംഗ്ഷൻ ബൈജക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ആദ്യം ആ ഫംഗ്ഷൻ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നീട് എന്ത് പ്രൂവ് ചെയ്യണം? ആ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു ഫംഗ്ഷൻ ഇത് രണ്ടുമാണെങ്കിൽ, 1 1 ഉം ഓൺ ടു ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ഫംഗ്ഷൻ എന്നാ പറയാ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് പറയാ. നോക്ക്, അത് നമ്മള് 5ാമത്തെ ടൈപ്പ് ഫംഗ്ഷൻ ആയിട്ട് പഠിച്ചു, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാ? നമ്മൾ പറഞ്ഞു ഇത് ഇൻ ടു ഫംഗ്ഷൻ ആണ്. ഇത് ഇൻ ടു ഫംഗ്ഷൻ ആവാൻ കാരണം ബിക്കും ഡിക്കും എന്തില്ല? പ്രീ ഇമേജസ് ഇല്ല. ഇൻ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോഡമൈനിൽ ഒരു എലിമെന്റ് എങ്കിലും ഉണ്ടാവും പ്രീ ഇമേജ് ഇല്ലാത്തത്. അപ്പൊ അതിന്റെ റേഞ്ചും കോഡമൈനും എന്താവില്ല? ഈക്വൽ ആവില്ല. ഇത് ഇൻ ടു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് മെനി വൺ ഫംഗ്ഷൻ അല്ലേ? കാരണം മെനി എലിമെന്റ്സ് ടു 1 എലിമെന്റ് ആണ് അല്ലെ? ഒന്നിന്റെ ഇമേജും രണ്ടിന്റെ ഇമേജും സെയിം ആണ്. അപ്പൊ ഇത് 1 1 അല്ല, മെനി വൺ ആണ്. അപ്പോ ഈ ഫംഗ്ഷൻ എന്താണ് പറയാ? മെനി വൺ ഇൻടു ഫംഗ്ഷൻ എന്നാ പറയാ. ദിസ് ഫംഗ്ഷൻ ഈസ് ആക്ച്വലി മെനി വൺ ഇൻടു. A function which is both 1 1 and on 2 is called a bijective function. A function 1 1 ഉം on 2 ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. നമ്മൾ ഗ്രാഫിക്കലായിട്ട് നമ്മൾ എങ്ങനെ 1 1 ആണോ മെനി വൺ ആണോ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു. ഒരു ഗ്രാഫിക്കലായിട്ട് ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് എങ്ങനെ നോക്കാം? ഒരു ഫംഗ്ഷൻ ഗ്രാഫിക്കൽ ആണെങ്കിൽ FR to R പറയുന്നത് FR to R, അതായത് ഡൊമൈനും കോഡമൈനും റിയൽ നമ്പേഴ്സ് ആണ്. ഒരു ഫംഗ്ഷന്റെ ഡൊമൈനും കോഡമൈനും റിയൽ നമ്പർ ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നിട്ടുള്ളപ്പോ ആ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണോ നമ്മൾ എങ്ങനെ നോക്കും? ഒരു ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ ഏതൊരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും, എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ, ഏതൊരു
എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ലൈൻ എടുത്താലും അതൊക്കെ ഗ്രാഫിനെ ഒരു പോയിന്റിലെങ്കിലും കട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ വിചാരിച്ചൊരു ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ, ഇത് ഓൺ ടു ഫംഗ്ഷൻ ആണ്. കാരണം എന്താ, നമുക്ക് ഏതൊരു ഹൊറിസോണ്ടൽ ലൈൻ എടുക്കാനും ഒക്കെ ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റിൽ കട്ട് ചെയ്യും. അപ്പൊ ഇത് എന്ത് ഫംഗ്ഷനാണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ വിചാരിക്കാം, FR2R ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഡൊമൈനും കോഡൊമൈനും ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് ഇതാണ്. എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഗ്രാഫുകളോ മുകളിലേക്കുള്ള ലൈൻസ് ഒക്കെ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എക്സ് ആക്സിന് താഴേക്കുള്ള ഗ്രാഫുകളൊന്നും, എക്സ് ആക്സിന് താഴേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് ഒന്നും ഗ്രാഫിനെ എന്ത് ചെയ്യുന്നില്ല, കട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്തല്ല, ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഇതെന്ത് ഫംഗ്ഷൻ ആണ്? ഇൻ ടു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഓൺ ടു ഫംഗ്ഷൻ ആവണമെങ്കിൽ ഏതൊരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്താലും ആ ഹൊറിസോണ്ടൽ ലൈൻസ് ഒക്കെ ഗ്രാഫിനെ ഒരു പോയിന്റ് എങ്കിലും കട്ട് ചെയ്യും. എന്താ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ? എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷന് എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ, എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഒക്കെ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ട്. അത് എത്ര പോയിന്റിൽ കട്ട് ചെയ്യുന്നൊന്നും പ്രശ്നമില്ല. ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ടോ എന്നല്ല നമ്മൾ നോക്കുക. ഏത് ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും ആ ഹൊറിസോണ്ടൽ ലൈൻസ് ഒക്കെ ഗ്രാഫിനെ കട്ട് ചെയ്യണം. എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈനും കൺസിഡർ ചെയ്യുക, എക്സ് ആക്സിന് താഴേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻസും കൺസിഡർ ചെയ്യുക. അപ്പൊ ഏതൊരു ഹൊറിസോണ്ടൽ ലൈനും എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏത് ലൈൻ കൺസിഡർ ചെയ്താലും ആ ലൈൻസ് ഒക്കെ ഗ്രാഫിനെ ഒരു പോയിന്റിലെങ്കിലും കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഇൻ ടു ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ്, ഇപ്പോ പോളിനോമിയൽസിന്റെ ഗ്രാഫ് പല പല രൂപത്തിലാണ് കിട്ടുക. അങ്ങനെയൊക്കെ ആചാരിക്കാം. ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാ? ഇതിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് താഴോട്ടുണ്ടാവും. ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? ഇത് ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. കാരണം നമുക്ക് ഇവിടെ ഇതാണ് എക്സ് ആക്സിസ് എങ്കിൽ എക്സ് ആക്സിന് മുകളിലേക്കുള്ളപ്പോൾ ഏത് ലൈൻ എടുത്താലും അതൊക്കെ ഗ്രാഫിനെ കട്ട് ചെയ്യും. നമുക്ക് ഇവിടെ ഒന്നിലധികം പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് 1 ആവില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്താവും? ഓൺ ടു ആവും. അപ്പൊ എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഏത് ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും അത് ഗ്രാഫിനെ കട്ട് ചെയ്യണം. എക്സ് ആക്സിന് താഴേക്കുള്ള ഏത് ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും ഗ്രാഫിനെ കട്ട് ചെയ്യുക. അപ്പൊ ഏതൊരു ഹൊറിസോണ്ടൽ ലൈനും ഗ്രാഫിനെ ഒരു പോയിന്റിലെങ്കിലും കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻ ടു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് മാത്രമാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് എന്തൊക്കെയാ പെട്ടെന്ന് പറ. 1 ഫംഗ്ഷൻ, 1 to 1 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന്റെ ഇമേജസും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അപ്പൊ എങ്ങനെ ഒരു ഫംഗ്ഷൻ 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്യുക? f(x1) ഈക്വൽ ടു f(x2) എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ f(x1) ഈക്വൽ ടു f(x2) എന്ന് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? 1 ഫംഗ്ഷൻ ആയിരിക്കും. 1 ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും? ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഒരു ഫംഗ്ഷൻ 1 അല്ലെങ്കിൽ പിന്നെ അത് എന്തായിരിക്കും എന്ന് പറഞ്ഞു? മെനി 1 ആയിരിക്കും എന്നർത്ഥം. മെനി 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നിലധികം പോയിന്റ്സിന്, ഒന്നിലധികം എലിമെന്റ്സിന്റെ ഇമേജസ് എന്താവുക? സെയിം ആവുക. അപ്പൊ ഒരു ഫംഗ്ഷൻ മെനി 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ട് രീതിയുണ്ട്. ഒന്ന് ആ ഫംഗ്ഷൻ 1 അല്ലാന്ന് പ്രൂവ് ചെയ്താൽ മതി. 1 അല്ലെങ്കിൽ മെനി 1 ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഡൊമൈനിലെ ഏതെങ്കിലും 2 എലിമെന്റ്സിന് സെയിം ഇമേജസ് ഉണ്ട് എന്നുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചാൽ മതി. അപ്പോൾ അതെന്താവും? ഫംഗ്ഷൻ മെനി 1 ആയിരിക്കും. പിന്നെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ഫംഗ്ഷൻ 1 ആണെങ്കിൽ ഏതൊരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും ഗ്രാഫിനെ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? ഒരൊറ്റ പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും ആ ഹൊറിസോണ്ടൽ ലൈൻസ് ഒക്കെ ഗ്രാഫിനെ ഒരു പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? 1 ഫംഗ്ഷനാണ്. ഒന്നിലധികം പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? മെനി 1 ഫംഗ്ഷനാണ്. അപ്പോൾ 1 ഫംഗ്ഷൻ എങ്ങനെയാണ്? മെനി 1 ഫംഗ്ഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ പറഞ്ഞത് ഓൺ ടു ഫംഗ്ഷൻ ആൻഡ് ഇൻ ടു ഫംഗ്ഷൻ. ഇതാ റേഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആവണം. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആവണമെങ്കിൽ കോഡൊമൈനിലെ എല്ലാ എലിമെന്റിനും എന്തുണ്ടാവണം? പ്രീ ഇമേജസ് ഉണ്ടാവണം. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യുക? കോഡൊമൈനിൽ ഏതെങ്കിലും ഒരു എലിമെന്റ് y എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ വൈക്ക് ഡൊമൈനിൽ ഒരു എക്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം.
പിന്നെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ എക്സിന്റെ ഇമേജ് ആണ് വൈ എന്ന് പ്രൂവ് ചെയ്യണം, എഫ് ഓഫ് എക്സ് ആണ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? കോഡൊമൈനിലെ എല്ലാ എലിമെന്റിനും ഡൊമൈനിൽ എക്സ് എന്ന് പറഞ്ഞ ഒരു പ്രീ ഇമേജ് ഉണ്ടെന്ന് മനസ്സിലായി. കോഡൊമൈനിലെ എല്ലാ എലിമെന്റിനും ഡൊമൈനില് പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണെന്ന് നമുക്ക് പറയാം? ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ഓൺ ടു ഫംഗ്ഷൻ നമ്മൾ എന്ത് ഫംഗ്ഷൻ എന്ന് പറയും? സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ആ ഫംഗ്ഷൻ ഓൺ ടു അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻ ടു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഒരു ഫംഗ്ഷൻ ഇൻ ടു ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്താവണം? ഒരു എലിമെന്റ് എങ്കിലും ഉണ്ടാവും കോഡൊമൈനിൽ. എന്തില്ലാത്തത്? പ്രീ ഇമേജ് ഇല്ലാത്തത്. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ ഒരു ഇൻടു ഫംഗ്ഷൻ ആവണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഇൻടു ഫംഗ്ഷൻ ആവണമെങ്കിൽ കോഡൊമൈനിലെ ഒരു എലിമെന്റ് എങ്കിലും ഉണ്ടാവും എന്തില്ലാത്തത്? പ്രീ ഇമേജ് ഇല്ലാത്തത്. അപ്പൊ ഒരു ഫംഗ്ഷൻ ഇൻടു ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോഡൊമൈനിലെ ഏതെങ്കിലും ഒരു എലിമെന്റിന് ഡൊമൈനിൽ എന്തില്ല എന്ന് പറഞ്ഞാൽ മതി? പ്രീ ഇമേജ് ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. കോഡൊമൈനിലെ ഏതെങ്കിലും ഒരു എലിമെന്റിന് ഡൊമൈനിൽ പ്രീ ഇമേജ് ഇല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? ഇൻടു ഫംഗ്ഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എ ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ 2. 1 1 ആവണം, ഓൺ 2 ആവണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? ആദ്യം ആ ഫംഗ്ഷൻ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യും? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യുക? x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യാം. പിന്നെ ആ ഫംഗ്ഷൻ ഓൺ 2 ആണെന്നും പ്രൂവ് ചെയ്യണം. ഓൺ 2 ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുക? y കോഡൊമൈനിൽ എലിമെന്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യുക? ഡൊമൈനിൽ x ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുക. പിന്നീട് എന്ത് പ്രൂവ് ചെയ്യുക? എഫ് ഓഫ് x ഈക്വൽ ടു y ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ 1 1 ഓൺ 2 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷൻ ഓൺ 2 ആണ് നമ്മൾ എങ്ങനെ ഗ്രാഫിക്കലായിട്ട് മനസ്സിലാവും? ഒരു ഫംഗ്ഷൻ ഓൺ 2 ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഓൺ 2 ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും ആ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിന് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഒരു പോയിന്റിലെങ്കിലും കട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓൺ 2 ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പൊ ഇതാണ് ഗ്രാഫ്, ഫംഗ്ഷന്റെ ഗ്രാഫ്. അപ്പൊ എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈനും ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ട്, താഴേക്കുള്ള ഹൊറിസോണ്ടൽ ലൈനും ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫംഗ്ഷന്റെ ഗ്രാഫ്. അപ്പൊ ഇത് ഫംഗ്ഷൻ ഓൺ 2 ആണ്. ഇതാണ് ഫംഗ്ഷന്റെ ഗ്രാഫ്, ഇതാണ് എക്സ് ആക്സിസ്. അപ്പൊ എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എക്സ് ആക്സിന് താഴേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് എന്ത് ചെയ്യുന്നില്ല? ഗ്രാഫിനെ കട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്തല്ല? ഓൺ 2 അല്ല. അപ്പൊ ഓൺ 2 ആവണമെങ്കിൽ ഏതൊരു ഹൊറിസോണ്ടൽ ലൈനും ഗ്രാഫിന് എന്ത് ചെയ്യണം? ഒരു പോയിന്റിലെങ്കിലും കട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഓൺ 2 ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറേയധികം പ്രോബ്ലംസ് ആണ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം, എന്നാലേ ഈ ഒരു കൺസെപ്റ്റ് ശരിക്ക് മനസ്സിലാവുള്ളൂ. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറേ പ്രോബ്ലംസ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പിലുള്ള ഫംഗ്ഷൻസിൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തവർ ഇപ്പോൾ തന്നെ അത് കാണുക. അതിന് ശേഷം കണ്ടാലേ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ കുറേ പ്രോബ്ലംസുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.